8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ട്രക്ക് ചെയ്യാനായിട്ട്. ഇനി കുറച്ച് നേരം മൗണ്ടൻ ഹൈക്കിങ് കേട്ടോ. അതെ, ഈ കാണുന്നതാണ് ഈ കേവ്. So beautiful here, right? ഹലോ യൂട്യൂബ് ഫ്രീക്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ദിവസമാണ് ഫോങ് വാലിയിൽ നിന്ന്. അപ്പോൾ ഇന്ന് അബാൻഡൻ വാലി എന്ന് പറഞ്ഞൊരു വാലിയിലേക്ക് പോകട്ടോ. മോക്നാം അഡ്വഞ്ചർ ടൂറിസ്റ്റിൻ്റെ കൂടെയാണ് പോണേ. എനിക്ക് തോന്നുന്നു അവർ മാത്രമാണ് അവിടേക്ക് ടൂറിസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 2000 വിയറ്റ്നാം ഡോങ് വന്നു കേട്ടോ. ഒത്തിരി കോസ്റ്റ്ലിയാണ് സംഭവം. ഇന്ന് ആകെ 2 പേരുള്ളൂ, ഞാനും വേറൊരു പുള്ളിയുണ്ട്. ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇതിപ്പോൾ അവരൊരു ഓഫീസ് സെറ്റപ്പാണ് കേട്ടോ ഇതായി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിവിടുന്ന് ഗൈഡൻസൊക്കെ തരും. കുറച്ച് അഡ്വഞ്ചറസാണ്. മറ്റേതുപോലെ അത്ര ഈസി അല്ലെന്ന് പറഞ്ഞത്. കുറച്ച് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ കയാക്കിങ്, അങ്ങനെ കാണാൻ പോകുന്ന ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതാണ് കുറച്ച് അഡ്വഞ്ചറസാണെന്ന് അവർ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റായിട്ട് പോയി നോക്കണം. ഇപ്പോൾ ഒരു ബ്രീഫ് തരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ ഒരു വഴിയുണ്ട്, ആ വഴി കൊണ്ടുപോകും. പിന്നെ നമ്മളെ മലയെക്കൂടെ ട്രക്ക് ചെയ്യും. അതാണ് ചെയ്യാൻ പോണേ. അതാ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് കയറി പോകും. ഓക്കെ, കുറച്ചൊരു 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ട്രക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ മൊത്തം 4 പേരുണ്ട്, ഒരു ഗൈഡും ഒരു ഷെഫ് നമുക്ക് മുകളിൽ പോയിട്ട് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി തരുന്ന പറഞ്ഞേ. ഇത് കുത്തനെയുള്ളൊരു സ്ഥലം കേട്ടോ. കുറച്ച് വഴിയുണ്ട് നടക്കാനായിട്ട്. 8 കിലോമീറ്റർ മൊത്തം. അപ്പം 4x4. നമ്മൾ നല്ല കാടാട്ടോ. കാറ്റിക്കൂടെ ഇങ്ങനെ നടക്കുക. ഇത്ര നേരം കയറ്റായിരുന്നു, ഇപ്പം ഇറക്കായി. ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ കയറ്റായിരിക്കില്ല എന്ന് ആലോചിക്കുമ്പോൾ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പ് ഫോറസ്റ്റ് എത്തിയിട്ടോ. ഇപ്പം തന്നെ സൗണ്ടൊക്കെ കേട്ടാ. ഇതാ ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ നിർത്തി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ട്രക്ക് ചെയ്തു, ക്ഷീണിച്ചു. ഇനിയുണ്ട് കുറേ ട്രക്ക് ചെയ്യാനായിട്ട്. എന്തൊരാവോ എന്തോ. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നടക്കണേ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ വെള്ളം കുടിച്ചിരിക്കുക, ഏത് സമയത്തും വീഴാം. ഹെഡ് ഇഞ്ചുറിയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. നല്ല കാര്യമാണ്, സേഫ്റ്റി ഫസ്റ്റ്. ഇത് പറഞ്ഞ് ശരിക്കും കേവിൻ്റെ ഉള്ളിൽ പോകുമ്പോഴും നമ്മൾ ഹെൽമെറ്റ് വയ്ക്കണം. കാരണം ഈ സ്റ്റാലസ്റ്റിക്സ്, ആ തൂങ്ങി കിടക്കുന്ന സ്ട്രക്ചറൊക്കെ ഇല്ലേ, അതൊക്കെ വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറയണേ. അത് സത്യമാണ്, സത്യം. നമ്മൾ ഒറ്റ സ്ഥലത്ത് പോയപ്പോഴും അത്ര സേഫ്റ്റി മെഷേഴ്സൊന്നും കണ്ടില്ല. കുറച്ച് സ്നാക്സ് കഴിക്കാനായിട്ട് വന്നിട്ട് നിർത്തിയുണ്ട് കേട്ടോ. ഞാൻ കഴിക്കട്ടെ.
ആ കാണുന്ന മല കണ്ടോ, അതൊന്നും ചിലപ്പോൾ മലയായിരിക്കില്ല, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കേവ്സ് ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ മല പോലെ ഇരിക്കുന്ന പലതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. ഷെഫ് നമ്മളെ വിട്ട് വേറെ വഴിക്ക് പോയിട്ടോ, പുള്ളി ഇനി പോയി കുക്ക് ചെയ്ത് സെറ്റാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഗോൾഡൻ കേവിൽ പോയിട്ട് നമുക്ക് ഈ കേവിൻ്റെ അവിടെയാണ് ഫുഡ്. ഗോൾഡൻ കേവ് കവർ ചെയ്തതിന് ശേഷം നമ്മളങ്ങോട്ട് പോകും. അവിടെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. ഇനി കുറച്ച് നേരം മൗണ്ടൻ ഹൈക്കിങ് കേട്ടോ. അതെ, മുകളിലേക്ക് കയറി പോകാൻ പോണ്. ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ, കാരണം പാറ അങ്ങനെ പിടിച്ച് വേണം പോകാനായിട്ട്. അതുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം ഇങ്ങനത്തെ കേവൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇപ്പം ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അവർ പറഞ്ഞ വഴി കൂടെ മാത്രം പോവുക, കാരണം അത് അവർ ട്രാവൽ ചെയ്യണ ഡെയിലി ട്രക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കും. വലിയ ഷോ കാണിച്ച് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൽ പോയി ഓർമ്മയിട്ടില്ല, ബും അങ്ങനെ പോവും. ഇപ്പം നമ്മളൊരു ഇതിൻ്റെ മുകളിലാണ് ശരിക്കും. ഇതിനുള്ളിൽ മിക്കവാറും എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇത് പൊള്ളയായിരിക്കും. അതുകൊണ്ടാണ് കുണ്ണാക്കേവിൽ പുള്ളി വീഴണേ. അപ്പം അതുപോലെ വീഴും, നോക്കി കൊണ്ടും പോയില്ലെങ്കിൽ. ആൻഡ് ഫൈനലി വി ഹാവ് റീച്ച് ഗോൾഡൻ കേവ്. ഇത് മറ്റേടത്തെ പോലെ ഒന്നുമല്ല കേട്ടോ, ആൾക്കാരൊന്നും വരാത്ത സ്ഥലത്തുണ്ട്. കാടിൻ്റെ ഉള്ളൊരു ടിറ്റോ സാധനം, പുലിമട. ഇതാ അവിടെ ഒരു ചെറിയ ഹോളുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്ക്. പിന്നെ ഇതാ ഒരു ഗമണ്ട സാധനം ഇവിടെ ഉണ്ട്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്രയും ഒരു 10-50 ഫീറ്റൊക്കെ ഉണ്ടാവും നിങ്ങൾ ഈ കാണുന്ന ഈ ചെറിയൊരു ഹോള്. About 4.5 kilometers. We have 2 entries inside. Yeah, it's when you stay here for 2 days, 1 night. Okay. And you can stay there. And we will go to 4.5 kilometers with the headlight and the map and the bottle of tank oxygen on the back go inside. But now for Earth, just 300 meters go inside. This cave on the top with the bottom about 180 and Golden Cave have second floor. Now we are second. Yeah, the second floor on the bottom with the top about 80 meters. When you come here, we upselling for today 1 night. We go down 100 meters and we go inside the entry, new entry inside. Yeah, 4.5 kilometers. This cave have a long, it's the stalagmite, stalactite. The couple come from England. They discovered this cave and they test and they check with the stalagmite, stalactite here. They have an answer about 200 million years ago with the stalagmite, stalactite in here. Oh. It's so long time ago. You see? Yeah, they have a lot. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾഡൻ കേവ് കൺക്വർ ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങി. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചിറങ്ങാത്തിരി പാടായിരുന്നു കേട്ടോ. കയറി പോലെയല്ല, നല്ല ഹെവിയാണ്. ഇനി ഇവിടെ നിന്നൊരു നിസ്സാരം വഴിയുള്ളൂ ഈ കേവിലേക്ക്. സിലിക്കും കാർബണേറ്റുമാണ്, സ്റ്റാലസ്റ്റിക്സും സ്റ്റാഗ്മൈറ്റ്സൊക്കെ ഉണ്ടാവണം കേട്ടോ. വെള്ളം ഒരു ഡ്രോപ്പിൽ നിന്ന് അത് ഡ്രിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നിൽക്കില്ല അത്രേ. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ്ലായിട്ട് വീണ് എഴുതുമ്പോൾ സിലിക്കാനും കാർബണേറ്റും കൂടി രാസപ്രവർത്തനം സംഭവിച്ചിട്ടാണ് ആ സാധനം ഉണ്ടാവണേ. ട്രക്കിങ് കുറച്ച് ഹെവി ആട്ടോ, എസ്പെഷ്യലി ആ ഒരു 1/2 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇറങ്ങിയതൊക്കെ കൂടിയുള്ള കുറച്ച് സമയം. എല്ലാ 18-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ളവർ മാത്രമല്ല അവരെടുക്കുള്ളൂ, അല്ലാത്തവരെടുക്കില്ല. കാരണം അവരെ കൊണ്ട് പറ്റത്തില്ല, നല്ല ഹെവി. പിന്നെ റിസ്ക്കുമാണ്, മലയുടെ ഉള്ളിലല്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കല്ല് കണ്ടില്ലേ, കല്ലിങ്ങനെ ഭയങ്കര മൊനയുള്ള കുറേ കല്ലുകളാണ്. ചെറുതായിട്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ പോലും മറ്റേ സ്ക്രാപ്പാവും. എൻ്റെ ചെറുതായിട്ടൊന്ന് സ്ക്രാപ്പായി, കുഴപ്പമില്ല, ബ്ലഡൊന്നും വന്നില്ല, അതായാലും കുഴപ്പമില്ല. ഗോൾഡൻ കളറിലുള്ള ആ ഒരു ഫിനിഷിങ്, മറ്റേ നമ്മുടെ സിൽക്കൊക്കെ ഉണ്ടല്ലേ, ഗിൽറ്റ്, അതുപോലത്തെ ഒരു സാധനം അതിന് ഉള്ളതുകൊണ്ടാണ്
അതിനെ ഗോൾഡൻ കേവ് എന്ന് വിളിക്കാൻ. അത് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. അങ്ങനെ തന്നെ ചില സ്ഥലത്ത് സിൽവറും ഉണ്ട്, എന്നാലും ഭൂരിഭാഗം സ്ഥലത്തും ഗോൾഡനാണ്. എനിക്കൊന്നും ഗോൾഡൻ വാലിയൊക്കെ ഒരു 6 മാസമായിട്ടുള്ളൂ കേട്ടോ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. അതായത് ഈ മുക്നാം അഡ്വഞ്ചർ കമ്പനി അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിപ്പോൾ അവരുടെ അണ്ടറിലാണ്. അവർ മാത്രമല്ല ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ മലയാളി ആദ്യമായിട്ട് ഈ സാധനത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ വലിയ ഉപകാരം. ഇതാ ഈ കാണുന്നതാണ് ഈ കേവ്. നമ്മൾ ഇപ്പം ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി ഈ കേവിലൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഗംഭീര ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ, പോർക്ക്, എഗ്ഗ്, പിന്നെ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. കുറേ ഷെഫ് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ പോകണേക്കാൾ അപ്പം പുള്ളി ഇവിടെ വന്നതല്ലേ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇതേ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തു, ഡ്രസ്സ് മാറി ഇനി കയാക്കിങ് ചെയ്യാൻ പോവാണ് ഈ കേവിൽ. അടിപൊളിയാണ്. കയാക്കിങ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളിൽ പോയി. അതുകഴിഞ്ഞിട്ട് ഡാർക്ക് കേവ് അല്ലേ, ഉള്ളിൽ ഫുള്ള് ഇട്ടാ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ടോർച്ച് അടിച്ചാൽ മാത്രമേ ടോർച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നു തുടങ്ങി കുളം വന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വീണ് ഭയങ്കര എക്കോ, വെള്ളം വീണിട്ട് അതിൻ്റെ ഭയങ്കര എക്കോ, ഭയങ്കര അറ്റ്മോസ്ഫിയറാണ്. ക്ലസ്ട്രോഫോബിയൊന്നും ഉള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല കേട്ടോ. ആ വഴിക്ക് പോകാൻ നിൽക്കണ്ട, പേടിച്ച് ചാവും. ഞാൻ ലോസ്റ്റായി. ഞാനൊന്ന് കണ്ണടച്ചിട്ട് കണ്ണൂർന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 7 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഉള്ളിലേക്ക് ഡീപ്പ്. ഇങ്ങനെ നല്ല ആഴമുണ്ട് കേട്ടോ, ചില സ്ഥലത്തൊക്കെ നല്ല ആഴമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ കിടന്ന് ചാടി കുത്തി പറയാണ് നീന്താ അവിടെ കിടന്ന്. നല്ല മഴ പെയ്തു. മഴ പെയ്തിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ സ്റ്റക്കായിട്ടോ. നമ്മളൊരു കുറേ നേരത്തെ മുമ്പ് ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു 1 hour തിരിച്ച് ട്രക്ക് ചെയ്താലാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഗോൾഡൻ കേവും ഈ കേവും പിന്നെ അബാൻഡൻ വാലി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതിനെ അറിയപ്പെടുന്ന സ്ഥലവും ഈ ട്രക്കിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. കുറച്ച് എക്സ്പെൻസീവാണ്, ബട്ട് ഇറ്റ്സ് വർത്ത്. ഈ കേവ് കണ്ടില്ലേ, ഈ കേവ് തന്നെ അടിപൊളിയാണ്. പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് കാണുന്നവരേക്കും ബൈ 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 ബൈ.